അവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാനും അവനതൊക്കെ കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നി. ലെവൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ ഇതൊന്നും ഇറങ്ങില്ല എന്ന് 100% ഉറപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാവുപറമ്പിലാട്ടോ. പൊന്നും ധ്യാനും അപ്പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവുപറമ്പിലേക്ക് ധ്യാനോട്ടിന് പുതിയ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവനെ സൈക്കിൾ പഠിപ്പിക്കാൻ വന്നിരിക്കട്ടോ. അപ്പോൾ ഞാൻ അത്ര നേരം അവനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ പൊന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കിൾ ഓടിക്കാൻ. ഞാൻ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുത്ത് കാണിച്ചില്ല കേട്ടോ. നേരെ നോക്കി ഓടിക്കടാ. നേരെ നോക്കി ഓടിക്കും, നേരെ നോക്കി ഓടിക്കും. നല്ല പേടിയുണ്ടല്ലോ എനക്ക്. അതിൽ ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് പിടിക്കണം. ഏതാ ബ്രേക്ക് അറിയോ? ഇത് അച്ഛൻ പിടിച്ചിട്ടുണ്ട്. നേരെ നോക്കടാ. ബ്രേക്ക് പിടിക്കും, ബ്രേക്ക് പിടിക്കും, ബ്രേക്ക് പിടിക്കും, ബ്രേക്ക് പിടിക്കും. നീ എവിടേക്ക് ഓടിക്കുന്ന വെച്ചാൽ അവിടേക്ക് നോക്കി. അങ്ങനെ പോട്ടാണ്ട്. ഇപ്പോൾ അത്ര വണ്ടിയിൽ ഇടിക്കും. ബ്രേക്ക് പിടിച്ചോ. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു ചേട്ടന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ചേട്ടൻ വന്നിട്ട് ചേട്ടൻ കൊടുക്കട്ടോ. ചേട്ടൊക്കെ പോയി. ഇനി അമ്മോട് വെച്ചിട്ട് തരട്ടെ വെള്ളം കുടിച്ചിട്ട്. ക്ഷീണിച്ചാ? കണ്ണേട്ടന്ന് ലീവ് ആക്കിയതാട്ടോ. കണ്ണേട്ടൻ നെന്മാറ വേലയ്ക്ക് ഇന്നലെ പോയിണ്ടായിരുന്നു. ഇന്ന് 9 മണി ആ ഒരു സമയമായപ്പോഴാണ് കേട്ടോ എത്തിയത്. അപ്പൊ പിന്നെ വൈകുന്നേരം ആയപ്പോ എന്തായാലും ലീവ് ആക്കാണ് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ആയപ്പോ അങ്ങനെ ധ്യാനോണിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കാല് എത്തായിക്കൊന്നും ഇല്ല കേട്ടോ. ചെരുപ്പിടാണ്ട് ഒരു പൊടിക്ക് ചെരുപ്പിട്ടുണ്ട് കഴിഞ്ഞ വെച്ചാൽ പക്ക അവന് പാകാട്ടോ. പിന്നെ ഇനി വലുതാവല്ലേ. കുറച്ചൊക്കെ ഓടിച്ചു. ഞങ്ങൾ കുറച്ചേരമായി വന്നിട്ട്. കണ്ണേട്ട അതിന്റെ എന്തോ വീഡിയോ ഫോട്ടോ ഒക്കെ റീൽസിനൊക്കെ വേണ്ടിട്ട് എന്തൊക്കെയോ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ വെച്ചിട്ട് എന്തോ റീലൊക്കെ എടുക്കുന്നുണ്ട് കാണട്ടെ. അപ്പൊ അത് കാണിച്ചു തരാട്ടോ. ഒരു വട്ടം കൂടി ധ്യാനുവിന് വണ്ടി ഓടിക്കണം പറഞ്ഞേക്കണം. എന്നിട്ട് നമുക്ക് അങ്ങനെയായിട്ട് വീട്ടിലേക്ക് പോവാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇടയില് വെള്ളമൊക്കെ കുടിച്ചു വിട്ടാ ധ്യാനോട്ടെ. ഇപ്പൊ സ്ട്രോങ് ആയില്ലേ? മാമൊക്കെ ഉണ്ടാലാണ് ധ്യാനോട്ടനെ സൈക്കിളൊക്കെ നന്നായി ഓടിക്കാൻ പറ്റുള്ളൂ. സൈക്കിളും ലേസും. അപ്പൊ ഒന്നും കൂടി അവനെ ഓടിച്ചിട്ട് നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് പോവാന്നാണ് കേട്ടോ പറയണത്. അപ്പൊ ഞാൻ അത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അവർ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവര് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ.
ആദ്യം ഞങ്ങള് മറ്റേ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ കണ്ണേട്ടൻ കൊണ്ടുപോയത്. അതെന്താ ചോദിച്ചാൽ അവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ഥലമാണ്, കാറും ബൈക്കൊക്കെ പഠിക്കുന്ന സ്ഥലമാണ് മറ്റേ അപ്പുറത്തെ ഗ്രൗണ്ടിൽ. അപ്പോൾ ഞങ്ങൾ പിന്നെ പോയപ്പോൾ അവിടെ നല്ല തിരക്കാണ്. പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇതിനേക്കാളും നല്ല ഗ്രൗണ്ട് അവിടെയാണ്. ഇത് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ അവിടെ പോയപ്പോൾ നല്ല തിരക്കായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവ അത്യാവശ്യമൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ അവന് നല്ല മടിയുണ്ട്, പഠിച്ച് കിട്ടുന്നവരെ നല്ല മടിയുണ്ട് അവന്. സൈക്കിൾ ഇപ്പോൾ ഒന്ന് ഓടിച്ച് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ചവിട്ടല്ലേ, പിന്നെ കുറച്ച് ചെറിയ കയറ്റൊക്കെ എത്തുമ്പോൾ അവന് ചവിട്ടാൻ പറ്റണില്ല. പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇറങ്ങില്ല എന്നുള്ള ഉറപ്പുണ്ട്. പഠിച്ച് കിട്ടുന്നവരെ നല്ല മടിയുണ്ട് ഇനി അല്ലേ ഞാനോട്ടാ? മടിയുണ്ട് അല്ലേ? കുറച്ച് മടിയുണ്ട്, പിന്നെ ചെറുതായിട്ടൊരു പേടിയുണ്ട്. സൈക്കിള് പിന്നെ അവ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇറങ്ങില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം മറ്റേ വീട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ സൈക്കിളൊന്നും ആദ്യം ഇതേപോലെ ആയിരുന്നു, ഓടിക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ നല്ല ചെറുപ്പത്തിലാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് വലുതപ്പോൾ വേറൊരു ബൈക്ക് മോഡലൊരു ഇത് വാങ്ങി, അത് പിന്നെ ആയത് ഓടിക്കുമ്പോൾ നല്ല വീഴോ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് ഓടിക്കുമ്പോൾ പിന്നെ ഓടിക്കണ ഇത് കാണണം. അത് ആദ്യമായിട്ട് ഓടിക്കുമ്പോഴുള്ള ആ ഒരു ഇത് തന്നെയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ആദ്യം ഒന്ന് ഓടിക്കുമ്പോ ഒരു പേടി ഉണ്ടാവില്ല. അതന്നെയിപ്പോ അവനും അത്ര പേടിയുടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഒരാൾ നിക്കണം എന്നല്ലോ അവൻ പറയണ പിടിക്കുന്നു. പക്ഷെ ഇടയിലൊന്നും ഞാനും കണ്ടിട്ടൊന്നും പിടിക്കണമെന്നില്ല. പക്ഷെ ബാക്കിൽ ഒരാൾ നിൽക്കുമ്പോ അവനൊരു ഒന്നും കൂടി ഒരു ധൈര്യം പോലെ തോന്നി. അപ്പൊ ഞങ്ങളിങ്ങനെ കൈ വെറുതെ വെക്കണല്ലോ, ബാക്കിൽ പിടിക്കണില്ല, ചവിട്ടും. പിന്നെ ഈ 2 ചക്രം ഇതുള്ള കാരണം നമുക്ക് അത്രയും ഒരു, എന്നാലും നമുക്ക് പേടിന് പെട്ടെന്ന് ചെരിയോ, കാരണം ഒപ്പമുള്ള സ്ഥലം അല്ലല്ലോ ഈ ഗ്രൗണ്ട്. അപ്പുറത്തെ പിന്നെ ഒപ്പാണെന്ന് പറഞ്ഞു കണ്ണേട്ടൻ. അപ്പുറത്തെ ഇതിനെക്കാട്ടി നല്ല ഗ്രൗണ്ട് ആണല്ലേ. കുറച്ചുകൂടി ഇതിപ്പോ കൂടുതൽ കല്ലും കട്ടയൊക്കെ അല്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ ഓടിക്കുമ്പോൾ എത്രത്തോളം സ്പേസ് ഇല്ലല്ലോ. ഇവിടെ ആകുമ്പോൾ കാവുപറമ്പിനകത്ത് നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് അവന് ധാരാളമായിട്ട് ഓടിക്കാൻ പറ്റും. വീട്ടിൽ നമ്മളിപ്പോൾ അകത്ത് ഓടിക്കുകയാണെങ്കിലും മുറ്റത്ത് ഓടിക്കുകയാണെങ്കിലും മുറ്റം വലിയ ലെവലല്ലോ മുറ്റൊന്നുമല്ല. അപ്പം മുറ്റത്ത് ഓടിക്കുകയാണെങ്കിലും ചിലപ്പോൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൊടുന്നത്. പിന്നെ നല്ലൊരു വൈകുന്നേരം കൊടുത്തതിന്റെ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. പിന്നെ നമുക്കും ഒപ്പം വന്നു കഴിഞ്ഞാൽ കാറ്റുകൊണ്ടിരിക്കാലോ, അവന് പഠിക്കും ചെയ്യാ, നമുക്ക് കുറച്ചു നേരം കാറ്റ്. നമ്മൾ വരാറുണ്ടല്ലോ, നമ്മള് വീഡിയോ മുന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കാവുപറമ്പിലേക്ക്. അപ്പൊ ഇവനായിട്ട് വന്നപ്പോ സൈക്കിൾ ചവിട്ടും പഠിക്കാം, നമുക്ക് കാറ്റ് കൊണ്ട് കുറച്ചു നേരം ഇരിക്കും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. പിന്നെ കണ്ണേട്ടൻ ഇന്ന് ലീവ് ആയിരുന്നല്ലോ, അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോന്നു. അപ്പൊ കുറച്ചേരൊക്കെ കണ്ട് ചവിട്ടി. അപ്പൊ അവൻ ചവിട്ടി കാണുമ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷം, സൈക്കിൾ ചവിട്ടി കാണുമ്പോഴേ. ഒക്കെ ആ ഒരു സമയങ്ങളിൽ കിട്ടേണ്ട ഓരോ കാര്യങ്ങളൊക്കെ അവന് കിട്ടുമ്പോ നമ്മൾ എന്താ പറയാ, ഒരുപാട് ഹാപ്പി, ദൈവത്തിനോട് നന്ദി. നമുക്ക് അവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാനും അവനതൊക്കെ കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ നല്ല സന്തോഷം തോന്നി. അപ്പൊ അതൊക്കെ ഉള്ളു അല്ലേ, സന്തോഷം തോന്നിയില്ലേ? നല്ല സന്തോഷം തോന്നിയില്ലേ? എന്തായാലും അവൻ്റെതായ പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം തന്നെയല്ലേ. അപ്പം ഇനി ഇത് പഠിക്കണവരെ 1-2 ദിവസം കൂടുമ്പോൾ വന്നിട്ട് ഒന്ന് ഓടിപ്പിച്ച് പഠിപ്പിക്കണം ഇവിടെ വന്നിട്ട്. പിന്നെ വീടിൻ്റെ അവിടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഓടിപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് പഠിപ്പിച്ച് ലെവലാക്കണം. ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ ഇതൊന്നും ഇറങ്ങില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതാണ് അവൻ. എന്താ കഴിക്കണേ? ബാഗിലൊരു മഞ്ചുണ്ടായിരുന്നേ, അപ്പൊ അത് വേണം. അച്ഛടെ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സുഖമായി. അതൊരു ഇതാട്ടോ. നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് നമ്മുടെ ചിനക്കത്തുകാവിക്ക് കുറച്ചിങ്ങോട്ട് പോരാണ്ട്. അപ്പൊ നല്ല വലിയ റോഡും കാര്യങ്ങളും വണ്ടികളൊക്കെ പോണ, എപ്പോഴും നല്ല തിരക്കുള്ള ഒരു റോഡ് ഭാഗമാണ്. അപ്പൊ നമുക്ക് വണ്ടി ഓട്ടോറിക്ഷ ഉള്ള കാരണം അതില് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കാം. അത് കാരണം അതൊരു ഉപകാരമായി. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ അവിടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ പോയി പഠിപ്പിക്കാൻ ഇത്ര വലുതില്ല, ഇത് ഒന്നുകൂടി വിശാലത കിട്ടും. അവന് കാണുമ്പോൾ തന്നെ ഒന്നുകൂടി പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് മാത്രല്ല, പിന്നെ വേറെ കുട്ടികളും ഓടിക്കുന്നുണ്ട്, അതേപോലെ ബൈക്ക് ഓടിക്കുന്നുണ്ട്, കാർ ഓടിക്കുക, എല്ലാവരും ഓടിച്ച് പഠിക്കണം, എല്ലാം ഇങ്ങനെ ഓടിച്ച് പഠിക്കണം. അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ ഓടിച്ച് പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവനും മെല്ലെ അവരെ പോലെ ഞാനും ഓടിച്ച് പഠിക്കുകയാണ് എന്നുള്ള ഒരു രീതി. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ ധ്യാനോട്ടന്റെ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? വീഡിയോ കഴിഞ്ഞില്ലേ? ഞങ്ങളിപ്പോ പോണില്ല, ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം നല്ല കാറ്റുണ്ട്, ഇപ്പൊ നല്ല ചൂടല്ലേ, ഉച്ചയ്ക്കൊക്കെ നല്ല ചൂട്. അപ്പൊ ഫുള്ള് ചൂട് വരെയാണ്, നെറ്റിയിലും മുഖത്തൊക്കെ ചൂട് വരെയാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ട്, ധ്യാനിന് മാത്രല്ല എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ വീഡിയോ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇനി പതുക്കെ പോകുള്ളൂ. കാരണം ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖം ഉണ്ട് കേട്ടോ. പോവാ അല്ല പോവല്ല, വീഡിയോ കട്ട് ചെയ്യട്ടെ. സോറി, ഇന്നത്തെ വീഡിയോ ധ്യാനായിട്ട് സൈക്കിളൊക്കെ പുതിയത് വാങ്ങിയതൊക്കെ ആയിട്ട് പുറത്ത് വന്നിട്ട് അവനെ ഒന്ന് സൈക്കിൾ ചവിട്ടൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ കുഞ്ഞൊരു കുറച്ച് വിശേഷങ്ങളായിരുന്നു. ധ്യാനോട്ടന്റെ സൈക്കിളിന്റെ ഷോർട്സ് ഉണ്ടാവും കേട്ടോ. അവന്റെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ടാവും, രണ്ടിലും ഉണ്ടാവും. നോക്കടാ
ഏട്ടൻ സൈക്കിൾ ഓടിച്ച് പോണുണ്ടോ? വേറെ ഏട്ടൻ കൈ വിട്ടിട്ടൊക്കെ വീണ കേട്ടോ. അത് പറയാൻ മറന്നു. ഇതേപോലെ വേറെ ഇത്തിരി വലിയ കുട്ടികളാണ് കേട്ടോ, അവര് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് 2 കൈയും വിട്ടിട്ട് ഓടിക്കണം. അപ്പൊ മറ്റാള് 2 കൈയും വിട്ടിട്ട് ഓടിക്കാൻ നോക്കണേ, 2 കൈ വെച്ചിട്ടേ ഓടിച്ച് പഠിക്കണുള്ളൂ. അതിനിടയ്ക്ക് 2 കൈ വിട്ടിട്ട് ഓടിക്കാൻ നോക്കണം. അപ്പൊ അവരൊക്കെ വലുതായിട്ടാണ് അങ്ങനെ 2 കൈ വിട്ട്. അപ്പൊ എനിക്കും 2 കൈ വിട്ട് ഓടിക്കണം പണ്ട്. മറ്റാള് ഇടയ്ക്കൊക്കെ 2 കൈ വിടാൻ നോക്കുക, വീഴൂട്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഓടിച്ച് പഠിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലും ഇൻസ്മി ധ്യാനം എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലും അവൻ്റെ സൈക്കിളിൻ്റെ റീൽസും കാണാം, ഷോർട്സും കാണാം കേട്ടോ. യൂട്യൂബിൽ വരും കേട്ടോ, ഷോർട്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇതുവരെ ആരും പുതിയതായി ആദ്യമായിട്ടാണ് വരുന്നത് കാണുന്നത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്താ ചെയ്യണേ? ലൈക്ക് ചെയ്യേ. ഇത് വെച്ചതാ അപ്പം ഞാൻ പോവാട്ടോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാട്ടോ. സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നാളെ വരാം. ബായ്. ഓടിച്ചാൽ മടിച്ചു. ഞാൻ വീട്ടിലേക്ക് പോവാണ്. അച്ഛ ഇങ്ങനെ വിളിക്കുന്നത് കാണിച്ചല്ലോ. അപ്പൊ അപ്പാണ് ഞാൻ അച്ഛന് ബായ് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.